നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വയോജന ദിനത്തിൽ 400ഓളം വയോജനങ്ങൾക്ക് ആഹ്ലാദത്തിന്റെയും മാനസികോല്ലാസത്തിന്റെയും ആരവ നിമിഷങ്ങൾ സമ്മാനിച്ച് പറപ്പൂർ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി. ജില്ലയിലെ അനാഥാലയങ്ങളിലെ അന്തേവാസികൾ, തോളൂർ പഞ്ചായത്തിലെ 65 വയസ്സ് പിന്നിട്ടവർ, ഇതര പഞ്ചായത്തുകളിലെ 70 കഴിഞ്ഞവർ കണ്ണികളായി സൗജന്യ ആനന്ദയാത്ര. പാലയൂർ പള്ളി, പുന്നത്തൂർ ആനക്കോട്ട, പഞ്ചവടിയിലെ മറൈൻ വേൾഡ് ബീച്ച് എന്നിവിടങ്ങളിൽ പാട്ടും കളികളും. ഉച്ചഭക്ഷണം നൽകി ഗുരുവായൂർ ദേവസ്വം. മുരളി പെരുനെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. സംഘത്തോടൊപ്പം ഡോക്ടർമാരും മെഡിക്കൽ ടീമും. കാരുണ്യയുടെ മഹനീയ പ്രവർത്തനം 2 പതിറ്റാണ്ടിലേക്ക്. ഹിംസയുടെ മാർഗങ്ങൾ വെടിഞ്ഞ് അഹിംസയുടെ മാർഗത്തിൽ സമരങ്ങൾ നടത്തി ലോകത്തിന്റെ നെറുകയിൽ വിരാജിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജന്മവാർഷിക നിറവിൽ ലോകം. 155ാം ജന്മദിന നിറവിൽ മുഴങ്ങുന്നു അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധി വചനം. ഗാന്ധി ജയന്തി ഐക്യരാഷ്ട്രസഭയ്ക്ക് അന്താരാഷ്ട്ര അഹിംസാ ദിനം. കേരള കലാമണ്ഡലത്തെ കലാരംഗത്തെ സമ്പൂർണ്ണ സർവകലാശാലയാക്കുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. സർവകലാശാല ലോക സാംസ്കാരിക ടൂറിസത്തിന് അനന്ത സാധ്യതയാകുമെന്നും മന്ത്രി. സർവകലാശാലയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കലാമണ്ഡലം ഭരണസമിതി വിജയകരമായി ആരംഭിച്ചതായും മന്ത്രി. ഗുരു ചിന്നമ്മു അമ്മ വനിതാ ഹോസ്റ്റൽ ശിലാസ്ഥാപനവും സന്ദർശക ഗാലറിയുടെ ഉദ്ഘാടനവും നടന്നു. പൂജവയ്പുമായി ബന്ധപ്പെട്ട് ഈ മാസം 11-ന് സംസ്ഥാനത്തു സ്കൂളുകൾക്ക് അവധി നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സാധാരണ ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണ് പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കുക. ഇത്തവണ 2 ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതീയ, അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന 10-ന് വൈകിട്ട് പൂജവയ്പ്. രാജ്യത്തെ ഒരിടവേളയ്ക്ക് ശേഷം പാചകവാതക വിലയിൽ കുതിപ്പ്. വാണിജ്യ സിലിണ്ടറുകളുടെ വില കമ്പനികൾ വർദ്ധിപ്പിച്ചു. സിലിണ്ടർ ഒന്നിന് 48 രൂപയുടേതാണ് വർധന. രാജ്യം ഉത്സവ സീസണുകൾക്കൊരുങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിത വിലക്കുതിപ്പ്. ഗാർഹിക പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ആര്യമ്പാടം സെന്ററിനു സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി തൂണിൽ ഇടിച്ചു കയറി കാനയിലേക്ക് മറിഞ്ഞു. ഇറച്ചിക്കോഴിയുമായി എത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ദേശമംഗലം തലശ്ശേരി സെന്ററിനു സമീപം നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രികനായ വയോധികന് പരിക്ക്. ചാലക്കുടി കോടതി ജംഗ്ഷനിൽ അടിപ്പാതയ്ക്ക് സമീപം മത്സ്യക്കച്ചവടക്കാരനെ ലോറി ഇടിച്ചു വീഴ്ത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടൽ അനിവാര്യമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമൂഹത്തിന് വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ടെന്നും പ്രസിഡന്റ്. പുറ്റേക്കര സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഗോസ വാർഷിക സമ്മേളനം നടന്നു. പീഡനക്കേസ് നടൻ നിവിൻ പോളിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. രഹസ്യ ചോദ്യം ചെയ്യലാണ് നടന്നത്. നടൻ നൽകിയ ഗൂഢാലോചന പരാതിയിലും മൊഴിയെടുത്തു. അന്വേഷണ നടപടികൾ അതിവേഗത്തിലാക്കണമെന്ന് നിവിൻ പോളി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന് ജില്ലയിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കം. വടക്കാഞ്ചേരി നഗരസഭയിലെ എയറോബിക് കമ്പോസ്റ്റ്, അവണൂർ പഞ്ചായത്തിലെ വരടിയം സെന്റർ നവീകരണമടക്കം 110 മാതൃകാ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനകീയ ക്യാമ്പയിനുകൾ. ദേശീയ സന്നദ്ധ രക്തദാന ദിനം
മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രക്തദാന സംഘടനകളുടെയും രക്തദാതാക്കളുടെയും കൂട്ടായ്മ. രക്തദാനത്തിന് കരുത്തുറ്റ പിന്തുണ നൽകിയവർക്ക് ആദരം. സംസ്ഥാനത്തെ 4ാമത്തെ വലിയ രക്തശേഖരണ കേന്ദ്രമായി മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് രക്തബാങ്ക്. കേരള കോൺഗ്രസ് മുൻ ചെയർമാൻ CF തോമസിന് 4ാം ചരമവാർഷിക ദിനത്തിൽ പ്രണാമപ്പൂക്കൾ. കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു.